ഹായ്, എല്ലാവർക്കും ഗ്രേസ് ഓഫ് ഗോഡ് മെലോഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 13ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് കർണാട്ടിക് നോട്ട്സിൻ്റെ ഒരു ഫുൾ സ്ട്രക്ചറാണ്. ഫുൾ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ രാഗമൊക്കെ ക്രിയേറ്റ് ചെയ്തവർ രാഗം ക്രിയേറ്റ് ചെയ്തപ്പോൾ അവർ ആ സ്വരസ്ഥാനങ്ങൾ 16 ബീറ്റുകളായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആ സ്വരങ്ങളുടെ ഒരു അടിസ്ഥാന ഇതായിട്ട് അതായത് 16 ബീറ്റുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ആരോഹണം അവരോഹണം നോക്കുമ്പോൾ 8 16 നോട്ട്സ് വരുന്ന രീതിയിൽ. അപ്പോൾ അവർ ആ രാഗം ക്രിയേറ്റ് ചെയ്തപ്പോൾ ആ ഒരു രീതിയിലാണ് അവർ അതിനെ ഇതിൽ ഡെവലപ്പ് ചെയ്ത് നമ്മൾക്ക് കർണാട്ടിക് നോട്ട്സിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം സ്കെയിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് 8 16 നോട്ട് വരുന്ന രീതിയിൽ. അപ്പോൾ അതിനപ്പോൾ നമുക്ക് സ്വരങ്ങൾ ഇരട്ടിച്ച് വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെയൊക്കെ കണ്ടപ്പോൾ സാ, രീ1 രീ2, ഗാ1 ഗാ2, മാവൺ മാറ്റു, പാ ധാവൺ ദാറ്റു, നീവൺ നീറ്റു, അതായത് നമ്മൾ വെസ്റ്റേൺ നോട്ട്സിന് അതിന് ചേരുന്ന ഒരു രീതിയിലുള്ള നോട്ടുകളായിട്ടാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ഒറിജിനലി കർണാട്ടിക് നോട്ടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ രീതിയിലല്ല. വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഇതാണ്. നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ പാട്ട് ഇപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റൊക്കെ ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന ഒരു വയലിനൊക്കെ പഠിപ്പിക്കുന്നവരൊക്കെ നമുക്ക് പറഞ്ഞു തരും. ആ നോട്ടുകളിലൊക്കെ നമ്മൾ ദാ 2, ദാ 3, നീ 2, നീ 3, ഇങ്ങനെ ഗാ 3 ഇങ്ങനെയുള്ള നോട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതെന്താണ് ആ നോട്ട് അങ്ങനെ വരുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്തവരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ സ്വരസ്ഥാനങ്ങൾ നോക്കുമ്പോൾ സാ അത് കഴിഞ്ഞിട്ട് രീക്ക് 3 നോട്ടുകൾ വരുന്നുണ്ട്. രീ1 രീ2 രീ3. അടുത്ത് ഗായ്ക്ക് ഗാ1 ഗാ2 ഗാ3. മായ്ക്ക് മാവൺ മാറ്റു, മായ്ക്ക് 2 ഉള്ളൂ. അടുത്ത പാ, അടുത്തത് ദാവൺ ദാറ്റു ദാ3. അടുത്തത് നീവൺ നീറ്റു നീ3. അപ്പോൾ ഇത് ഏതൊക്കെ ഇതിലാണ് കിടക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് സാ എന്ന് പറയുന്ന നോട്ട്, സി എന്ന് പറയുന്ന നോട്ട് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. സി ആണ് സാ എന്ന് പറയുന്ന നോട്ട്. അടുത്തത് സി ഷാർപ്പാണ് രീ1. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് നോക്കാനായിട്ട്. രീ1 എന്ന് പറയുന്നത് സി ഷാർപ്പാണ് രീ1. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ രീ2 എന്ന് പറയുന്ന ഡി എന്ന് പറയുന്ന നോട്ട് രീ2ൽ ഒരു നോട്ടും കൂടെ വരുന്നുണ്ട്. കർണാട്ടിക് നോട്ട്സ് വരുമ്പോൾ ഒരു നോട്ടും കൂടെ അതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് വരുമ്പോൾ ഒരു നോട്ട് കൂടെ വരുന്നുണ്ട്. അതായത് ഗാ1 നമ്മളങ്ങനെ ഇപ്പോൾ കണ്ടിട്ടില്ല നമ്മൾ, പക്ഷെ ഗാ1 ഉണ്ട്. ഗാ1 എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്ന നോട്ട് തന്നെ, രീ2 തന്നെയാണ് ഗാ1 ആയിട്ടും നമ്മൾ കാണുന്നത്. അപ്പം ഇതിൽ വരുന്ന നോട്ട് ഡി എന്ന് വരുന്ന നോട്ടിൽ രീ2 ഗാ1 വരുന്നുണ്ട്. അപ്പോൾ ഡി എന്ന് പറയുന്ന നോട്ട് രീ2 ആണ് ഗാ1 ഓക്കെ. അടുത്തത് നമുക്ക് ഡി ഷാർപ്പ് എന്ന് പറയുന്ന നോട്ട്. ഡി ഷാർപ്പിൽ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് വരുന്നത് രീ3യും ഗാ2 ആണ് വരുന്നത്. ഡി ഷാർപ്പ് എന്ന് പറയുന്ന നോട്ടിൽ രീ3 ഗാ1. അപ്പോൾ രീ3യും ഗാ1ഉം ഗാ2 ഡി ഷാർപ്പിലാണ് വരുന്നത്. ഗാ2 ആണ് ഡി ഷാർപ്പ്. രീ3 ഗാ2 ഓക്കെ. അടുത്തത് ഇതിൽ ഗാ3 ആണ് ഇ എന്ന് പറയുന്ന നോട്ട്. ഇ എന്ന് പറയുന്ന നോട്ട് വേറെ ഒന്നും വരുന്നില്ല, ഗാ3 ആണ് ഇ ഓക്കെ. ഇനി അടുത്ത നോട്ട് എന്ന് പറയുന്നത് എഫ് മാ1 ആണ് എഫിൽ മാ1 മാത്രമേ ഉള്ളൂ. അടുത്തത് എഫ് ഷാർപ്പ് മാ2 എന്ന നോട്ടാണ്. അപ്പം എഫ് മാവൺ എഫ് ഷാർപ്പ് എന്ന് പറയുന്ന മാറ്റു. അപ്പം ഇത് രണ്ടും മായ്ക്ക് ഈ 2 നോട്ടുകളെ വരുന്നുള്ളൂ. അടുത്തത് ജി എന്ന് പറയുന്ന നോട്ട്. ജി എന്ന് പറയുന്ന നോട്ട് പാ. ഓക്കെ. അടുത്തത് അടുത്ത ജി ഷാർപ്പ് എന്ന് പറയുന്ന നോട്ട് ദാ1. അതിലും ഒരു നോട്ടേ വരുന്നുള്ളൂ, ദാ1. അടുത്ത ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്ന നോട്ട്. എ എന്ന് പറയുന്ന നോട്ടിൽ നമുക്ക് ദാ2 നീ 1 വരുന്നുണ്ട്. 2 നോട്ടുകൾ വരുന്നുണ്ട്. എ എന്ന് പറയുന്നത് ദാ2 ആണ്, നീ 1 ആണ് ഓക്കെ. അടുത്തത് എ ഷാർപ്പ്.
എ ഷാർപ്പ് എന്ന് പറയുന്നത് ദാ 3യും നീ 2 എന്ന സ്വരവും വരുന്നുണ്ട്. ദാ 3 ആൻഡ് നീ 2 ആണ് എ ഷാർപ്പ്. ദാ 3 നീ 2. അടുത്ത ബി എന്ന് പറയുന്ന നോട്ട്, ഇത് നീ 3, നീ 3, നീയുടെ മൂന്നാമത്തെ നീ 3. അടുത്തത് ഹയർ സ. അപ്പോൾ ഏകദേശം മനസ്സിലായി കാണും. സ, അടുത്തത് സി ഷാർപ്പേ വരുമ്പോൾ രീ 1, അടുത്ത ഡി എ വരുമ്പോൾ രീ 2 ആൻഡ് ഗ 1, അടുത്ത ഡി ഷാർപ്പേ വരുമ്പോൾ ഗ 2 രീ 3. ഓക്കെ, അടുത്തത് ഇ എ വരുമ്പോൾ ഗ 3, അടുത്തത് എഫ് മാ 1, എഫ് ഷാർപ്പ് മാ 2, ജി പ, ജി ഷാർപ്പ് ദാ 1, എ ഷാർപ്പ് എ വരുമ്പോൾ അത് ദാ 2ഉം നീ 1ഉം, ദാ 2 ആൻഡ് നീ 1 എ. അടുത്തത് എ ഷാർപ്പേ വരുമ്പോൾ ദാ 3 ആൻഡ് നീ 2. ഓക്കെ, ദാ 3 നീ 2 എ ഷാർപ്പ്. അടുത്തത് ബി എന്ന് പറയുന്നത് നീ 3. ഓക്കെ, ഇങ്ങനെയാണ് സ്വരങ്ങൾ. അപ്പം ഒറിജിനലി നമ്മൾ വായിക്കുന്ന സ്ട്രക്ചർ ഇതാണ്. ഇനി നമ്മൾ സ്വരങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ നേരത്തെ സ്വരങ്ങൾ വായിച്ച് പഠിച്ചു. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിൽ വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. സ, രീ 1, ഗ 3, മാ 1, പ, ദാ 1, നീ 3 ആൻഡ് ഹയർ സി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇത് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. എങ്കിലും നിങ്ങൾക്ക് ഇനി സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ധൈര്യമായിട്ട് അറിയിക്കുക. ഞാൻ വീണ്ടും ഇതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സംശയം നീക്കി മാത്രമേ പോകാൻ പറ്റുള്ളൂ. കാരണം കർണാട്ടിക് പഠിക്കുന്നവർക്ക് ഈ രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ അത് നോട്ടുകളൊക്കെ നമുക്ക് മുന്നോട്ട് കിട്ടുമ്പോഴൊക്കെ വളരെ എളുപ്പത്തിൽ വായിക്കാൻ സാധിക്കുള്ളൂ. ഈ ഒരു സിസ്റ്റം മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എന്തെങ്കിലും വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് എത്തുന്നതെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഉപകാരപ്പെട്ട വീഡിയോസാണ്. നമ്മൾ വളരെ നല്ല ക്ലാസ്സുകളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകൾ വളരെ സപ്പോർട്ടീവാണ്, വളരെ ഒരു ഉത്തേജനം നമ്മുടെ ചാനലിൽ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, നിങ്ങളുടെ ചുറ്റുപാടുള്ളവർക്കെല്ലാം നിങ്ങൾ അയച്ചു കൊടുത്ത് അവർക്കും കീബോർഡ് രംഗത്തേക്ക് കൂടുതലായിട്ട് കടന്നു വരാനായിട്ടുള്ള ഒരു ഉണർവിന് വേണ്ടി നിങ്ങൾ ആ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.